ഹായ് ഗൈസ്, നമ്മുടെ എല്ലാ ചാനൽ സബ്സ്ക്രൈബറിനും പുതിയൊരു സ്വാഗതം. ഇന്നൊരു അടിപൊളി ഗെയിമാണ് നമ്മളിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. കപ്പിൾ ചലഞ്ച്. പറഞ്ഞു കൊടുത്തേ വിശദമായിട്ടൊന്നും. അത് എങ്ങനെയാന്ന് വെച്ചാൽ യു ഓർ മീ എന്നാണ് ഈ ഗെയിമിന്റെ പേര്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കുറച്ച് കാര്യങ്ങള് നമ്മൾ ചോദിക്കും, നമ്മൾ തമ്മിൽ പരസ്പരം ഉള്ള ഓരോ കാര്യങ്ങള്. അപ്പൊ അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനാണ് ചെയ്യുന്നതെങ്കിൽ എന്റെ ഇപ്പൊ ഷിയ രണ്ടുപേരും ആരോ ചെയ്യുന്നത് ആ പേര് കാണിക്കും. ഇപ്പൊ ഞാനാണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവള് എന്റെ പേര് കാണിക്കും, ഞാനും എന്റെ പേര് കാണിക്കും. അവളാ ചെയ്യുന്നെങ്കിൽ അവളുടെ പേര് ഞാനും കാണിക്കും, അവളും കാണിക്കും. ആരാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പം അത് എന്തായാലും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് പേര് പറയുകയും ചെയ്ത് ഇങ്ങനത്തെ ഒരു യു ഓർ മീ ആ ചലഞ്ച് ഒന്ന് നടത്തണമെന്ന് എല്ലാവരും പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ ചലഞ്ച് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വലിയ ചെലവൊന്നുമില്ലല്ലോ, ഒന്ന് ചെയ്തിട്ട് പോയേക്ക്. പിന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. എന്നാലേ നമുക്ക് ഇതേപോലുള്ള അടിപൊളി കപ്പിൾ ചലഞ്ച് ബ്ലോഗ്സ് ഒക്കെ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. കുഴപ്പമില്ല, അടിപൊളിയായിട്ടിരിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലും ഞാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ മൊബൈല് യൂസ് ചെയ്യുന്നത് ആര്? കറക്റ്റ്. ഞാൻ കളി കാണാനും ഒരേ വാർത്തകൾ കാണാനും ന്യൂസുകൾ കാണാനും ആദ്യം അറിയുന്നത് ഞാനായിരിക്കും. അതുകൊണ്ട് ഞാൻ മൊബൈലിൽ എപ്പോഴും ഫുൾ ടൈം കാണും. അപ്പൊ ഓക്കെ, ഞാൻ തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഞങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആവുന്നത്, ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആരാണെന്ന്? ഇവളാണ്. ഞാൻ ഇവളെ കളിയാക്കിയതാണ്. എനിക്ക് പെട്ടെന്ന് ചെറിയ കാര്യം മതി, അത് എന്താ ചെറിയൊരു കാര്യം നമ്മളിട്ടും ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചാൽ മതി, അപ്പൊ തന്നെ നൈസായിട്ട് കരയുന്നതായിരിക്കും. പെട്ടെന്ന് ഫീൽ ചെയ്യും. അങ്ങനെയാണ് എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ദേഷ്യമാണേലും പെട്ടെന്ന് വരും. ആരൊന്നും പറയണ്ട. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കരയും. എല്ലാ റിയാക്ഷൻസും പെട്ടെന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവുകയാണ്. നമ്മൾ രണ്ടുപേർക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കാണ്? ട്രാവല് രണ്ടുപേരും ട്രാവല് നമ്മള് ട്രിപ്പ് ലവേഴ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ പമ്പരം കറങ്ങി രണ്ടുപേർക്കും ട്രിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഫുള്ള് കറക്കമാണ്, നൈറ്റ് റൈഡ് പോകും. അല്ലാണ്ട് എല്ലാവർക്കും അറിയാം നമ്മൾ ഫുള്ള് ട്രിപ്പ് ലവർ ആണ്. അത് കാണാം, ഇനി വരുന്ന വീഡിയോസിലൊക്കെ കാണാം. നമ്മൾ ഒത്തിരി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരും. അപ്പം അതാണ് സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ വീട് നീറ്റാക്കി ഇടുന്നത്, വീട് അടിപൊളിയായിട്ട് നീറ്റാക്കി ഇടുന്നത് ആരാണ്? കാണാം, നമ്മളെന്ന് നീറ്റായിട്ട്, അത് നീ കാണിക്കണ്ട, നമ്മളെ വീടൊന്ന് നീറ്റായിട്ട് ഇടുന്നത് ഞാൻ തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അലങ്കോലമായിട്ടൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വലിച്ചെറിയും, ഞാനത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. സത്യം. ഓക്കെ, അത് ഉള്ളത് ഞാൻ ഉള്ളതുപോലെ പറയണമല്ലോ, അതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഉള്ളതുപോലെ പറയാം. അത് കറക്റ്റ് ആണ്. നന്നായിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്ന ആരാണ്? അത് ഒന്നും അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പറഞ്ഞ നീ തന്നെ പറഞ്ഞ, ഞാൻ എന്ത് പറയും? അത് എല്ലാവർക്കും, ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ഏറ്റവും അടിപൊളിയായിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്നത് ഷിയ ആണ്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും, നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്കിങ്ങനെ എന്താ പറയാ, നമ്മൾ കഴിക്കാത്ത രീതിയിലുള്ള ഫുഡുകൾ നമ്മൾ കഴിച്ചിട്ടില്ല, വേറൊരു പ്രത്യേകതരം ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കിക്കളയും. പരീക്ഷണങ്ങൾ ഒരുപാട് നടത്തുന്ന ഒരു വ്യക്തിയാണ്. പല രീതിയിൽ പരീക്ഷണം നടത്തുന്നതൊക്കെ വിജയിക്കാറുണ്ട് കേട്ടോ. എല്ലാം വിജയിക്കും കേട്ടോ, ഒന്നും ഫ്ലോപ്പ് ആയിട്ട് പോയിട്ടില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ രണ്ടുപേരിലെ ഏറ്റവും കൂടുതൽ ഫുഡ് അഡിക്റ്റ് ഫുഡ് നന്നായിട്ട് കഴിക്കുന്നത്, നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആരാണ്? അതും ഞാൻ തന്നെ. 2-3 പ്ലേറ്റ് ചോറൊക്കെ നൈസായിട്ട് കഴിക്കും, നല്ലപോലെ കഴിക്കും. ഫുഡ് ഇന്നത്തെ നമ്മുടെ ഹോം ടൂറിൽ തന്നെ ഉണ്ട്. സദ്യ കഴിച്ചോടനെ പോയി ബിരിയാണി കഴിച്ചാൽ ഫുഡൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാനല്ലേ ജീവിക്കുന്നത്. അതേ കണക്ക് എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നത്. ഞാനും ഫുഡ് എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ്, പക്ഷെ കുറച്ച് കഴിക്കത്തുള്ളൂ. അവർക്ക് ഫുഡ് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ ഫുഡ് കുറച്ച് കഴിക്കത്തുള്ളൂ. എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഒരുപാട് കഴിക്കുകയും ചെയ്യും. നെക്സ്റ്റ്, നമ്മൾ രണ്ടുപേരിലും അടി ഉണ്ടാക്കുന്ന, ഫസ്റ്റ് അടി സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്? വഴക്ക് അടി സ്റ്റാർട്ട് ചെയ്തത് ഒരു കാര്യമില്ലാണ്ട് എന്റെ അടുക്ക് ചൊറിയാൻ വരും.
പിന്നെ എന്റെ കയ്യിൽ രണ്ട് കൊണ്ടും റെഡിയാവും. കൊണ്ടുവന്നിട്ട് അടിയൊന്നും അല്ല, അടിയാണ് വെറുതെ ഏട്ടാ, അങ്ങനെയൊന്നുമില്ല, അടിക്കത്തൊന്നുമില്ല. വഴക്കിടും, അത് സ്വാഭാവികമാണ്. പക്ഷെ ഫസ്റ്റ് അടി ഉണ്ടാക്കുന്നത് ഞാനാണ് അടി ഉണ്ടാക്കുന്നത്. പക്ഷെ വേറെ ആരും പറയും, ഇതുവരെ എന്നോട് വഴക്കിടാൻ വന്നിട്ടില്ല കേട്ടാ. ഞാനാണ് ചുമ്മാ അങ്ങോട്ട് ചൊറിഞ്ഞു ചെല്ലുന്നത്. അതുകൊണ്ട് അടി ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോകാൻ നേരത്ത് ഏറ്റവും കൂടുതൽ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നത്, പുട്ടിയിടാൻ വേണ്ടി ടൈം എടുക്കുന്നത് ഇവളാണ്. കണ്ട, പുട്ടിയൊന്നുമില്ല, എനിക്ക് കുറച്ച് ടൈം. 1 മണിക്കൂർ പുട്ടിയിടാൻ, പിന്നെ ഫൗണ്ടേഷൻ കിട്ടാൻ, പിന്നെ ഫൗണ്ടേഷൻ ഇട്ട് വേസ്റ്റ് ഒക്കെ ഇട്ട് മറ്റേ ഈ പൂഴിയൊക്കെ അടിച്ച് നടക്കാൻ ഒരു 2 മണിക്കൂർ, അങ്ങനെ ഫുള്ള് ലാഗ. നമ്മള് 10 മണിക്ക് പുറപ്പെടണമെന്നുണ്ടെങ്കിൽ വെളുപ്പിന് 5 മണിക്കെങ്കിലും എണീറ്റാല് രാവിലെ 10 മണി വീണ്ടും ഇട്ട് 5 മണിക്കൂറെങ്കിലും. ഓക്കെ ഞാൻ പറഞ്ഞു പേര്. ഞാൻ തന്നെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളിൽ ഏറ്റവും കൂടുതൽ മിണ്ടുന്നത്, ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരാണ്? ഞാനും സംസാരിക്കും കേട്ടാ, സംസാരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഷിയാണ്, എന്നെക്കാളും കൂടുതൽ. വായടച്ചിരിക്കത്തില്ല, 24 മണിക്കൂറും ചെറ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് എനിക്ക് ബോറടി ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഷിയാണ്, അതെല്ലാവർക്കും അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ രണ്ടുപേരിലും മടിയൻ ഓർ മടിയെത്തി, മടിയനും മടിച്ചിയും, അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ മടിയൻ? ഭയങ്കര മടിയാ, ഉഡായിപ്പിന്റെ ആളാ. മടി, കട്ട മടുപ്പ, മടി. നമ്മൾ രണ്ടുപേരിലും, ഇത് സത്യസന്ധമായിട്ട് ആൻസർ പറയണം കേട്ടോ, നമ്മൾ രണ്ടുപേരിലും ബുദ്ധിജീവി, എല്ലാത്തിനും ഓരോ പ്ലാനിങ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതും ഇച്ചിരി അവളുമാണ് എന്റെ ഒരു ഇത് ഞാനാണെന്നാണ്. നെക്സ്റ്റ്, എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുക എന്നോർത്തോ, എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ എന്തെങ്കിലും ബിസിനസിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പ്ലാനിങ്, ഭയങ്കരമായിട്ട് ബുദ്ധിപരമായിട്ട് പ്ലാൻ ചെയ്യുന്നത്, പ്ലാനിങ്, എന്നിട്ട് അത് നടക്കുകയും ചെയ്യണം. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, നടക്കുകയും ചെയ്യണം. അതാരാണെന്ന് സത്യസന്ധമായിട്ട് പറയണം കേട്ടോ ഷിയ, സത്യസന്ധമായിട്ട് പറയണം. ഇല്ല, കള്ളത്തരം പറയരുത്. രണ്ടുപേരും ഉണ്ട്, പക്ഷെ എന്നാലും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നോണ്ടല്ല, കാര്യങ്ങൾ ചെയ്യാനൊക്കെ ചെയ്യുന്നത് ശരിയാണ്. പക്ഷെ പ്ലാനിങ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഞാനല്ലേ, നിനക്ക് ഓർമ്മയില്ലേ? ഗെയിം രണ്ടുപേരും ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഏകദേശം ചെറിയൊരു ഇതുണ്ടാ. പോട്ടെ, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്തത്, തുടങ്ങിയത് ഓക്കെ, സംബന്ധിച്ച് പ്ലാൻ ചെയ്താരാ, അതല്ലേ ഞാൻ ചോദിച്ചത്. എന്തോ പറയട്ടെ, ഫസ്റ്റ് ഞാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞതും യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും എല്ലാം ചെയ്യുന്നതും എല്ലാം ഞാൻ, എഡിറ്റിംഗ് ഫുള്ള് ഞാനാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് വെറുതെ ഓക്കെ മാർക്ക് തന്നിരിക്കുന്നു. ഇത് ചുമ്മാ ഒന്നുമല്ല, സത്യം പറയുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് ആര്? ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് ആര്? ഏറ്റവും കൂടുതൽ ഉറക്കം അല്ലെങ്കിലും ഉറക്കമല്ല, ഞാൻ എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്.
നല്ല രസമല്ലേ ഇങ്ങനെ ഉറങ്ങാനായിട്ട്. എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഫുൾ ടൈം ഉറക്കമൊന്നുമല്ല. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുക. രാത്രി ഉറങ്ങുന്ന സമയം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പോകും. അതാണ് ഏറ്റവും വലുത്. ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നതിന്റെ കാര്യം രാത്രി ഉറങ്ങുമ്പോൾ 3 മണി 4 മണി അത്രയൊക്കെ ആവും എല്ലാ ദിവസവും. എന്തുകൊണ്ടാണ് നമ്മള് നൈറ്റ് റൈഡ് പോവാറുണ്ട്. പോയിട്ട് വരുമ്പോ ഒരുപാട് ടൈം ആവും. ചിലപ്പോ 3 മണിയാവും. എന്തായാലും ഒരു 3 മണി 4 മണി അതാണ് നമ്മുടെ ഉറങ്ങുന്ന ടൈം. അപ്പൊ അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത്. എന്നിട്ട് ഉറക്കം തൂങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ രണ്ടുപേരിൽ ആരാണ് കൂടുതൽ ഷോപ്പിംഗ് ചെയ്യുന്നത്? എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് കുട്ടികൾ കൂടുതൽ ഷോപ്പിംഗ് എന്താണ്? കുപ്പിയെന്ന് മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ ഓവറായിട്ട് ചാവളമാക്കി കളയും. കുറെ മേക്കപ്പ് ആണ് ഇവള്. ഞാൻ വാങ്ങിക്കാറുണ്ടെന്ന് പറയണം. ഞാൻ നല്ലപോലെ ഷോപ്പ് ചെയ്യുന്ന ആളാണ്. ഡ്രസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഞാൻ വാങ്ങിക്കുന്നത്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യേണ്ടതാണ്. സത്യസന്ധമായിട്ട് വെറുതെ ഉടായ്പ കാണിക്കും. ഇത് പിന്നെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഷിയ ഏറ്റവും കൂടുതൽ അല്ല ഞാൻ എന്താ ചാളാക്കരുത് കേട്ടോ. ഉള്ളതുപോലെ പറയണം. നമ്മൾ രണ്ടുപേരിലും ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? സത്യസന്ധമായിട്ട് പറയണേ. അല്ല സത്യസന്ധമായിട്ട് പറ. ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ഞാനാണ്. സമ്മതിച്ചിരുന്നൊന്നുമില്ല, ഞാനാണ് ചില സമയത്ത് റൊമാൻറ്റിക് ആവാറുണ്ട്. ചില സമയത്ത് ഏറ്റവും കൂടുതൽ ഞാനാണ് റൊമാൻറ്റിക്. നമ്മൾ തമ്മില് അടി ഉണ്ടാക്കിയിട്ട് വഴക്കിട്ട് നല്ല കട്ട വഴക്കിട്ടിട്ട് ആദ്യം മിണ്ടുന്നത് ആരാണ്? എന്തിനാണ് കള്ളം പറയുന്നത്? എന്നെ ദേഷ്യം പിടിപ്പിക്കരുതല്ലോ. ഞാനൊരു കാര്യം പറയാം. സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഞാനല്ല, ഇവനാണ് എന്നോട് ഇവള്. ഞാൻ 2 ദിവസമൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ കിടന്നു. ഞാൻ പിണങ്ങിയെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇല്ല സത്യമായിട്ട് പറയുന്നത്. എന്തിനാണോ കാലത്തിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടോ തിരിച്ചു നോക്കി ഇങ്ങനെയാണ് മിണ്ടാൻ വരുന്നത്. നീ ഇല്ല ഞാൻ പിണങ്ങി കഴിഞ്ഞാൽ മിണ്ടും. നെക്സ്റ്റ്. ഇതിപ്പോ എന്തുകൊണ്ടാ പറയുന്നതെന്ന് അറിയാവാ? ഷിയയുടെ മനസ്സിൽ ഞാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഒക്കെ എന്ത് വിചാരിക്കും. ഇത് തുടങ്ങുന്നതിന് മുന്നേ എന്റെ പേര് പറയണമെന്ന് സത്യം പറയണം. എന്തുവാടാ? പോട്ടെ പോട്ടെ. അതെ ഞാനാ മിണ്ടാ പോട്ടെ. നെക്സ്റ്റ് പോട്ടെ. ഞാനാ മിണ്ടാ പോട്ടെ പോട്ടെ. ഇതില് മൊത്തം ഇത് മൊത്തം ഉടായ്പാണ്. ഇത് റിലീസ് ചെയ്തില്ലേ ഈ പടം? മിക്കവാറും ഈ പടം റിലീസ് ചെയ്തില്ലേ? നെക്സ്റ്റ്. സത്യം ഇത് കാണുന്ന വ്യൂവേഴ്സിന് അറിയാൻ മനസ്സിലാവും ആരാണ് സത്യം പറയുന്നത്. അതാണ് ഞാനാണ് ഉദ്ദേശിച്ചത്. കഴിയട്ടെ. ഇത് കഴിഞ്ഞിട്ട് എന്നിട്ട് നോക്കാം ആരാ മിണ്ടാ. ഇത് കഴിഞ്ഞിട്ട് ഒരു ഇതുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആരാ മിണ്ടാ വരുന്നതെന്ന് നോക്കാം. കാണാം. ഇനി അടുത്ത ഇപ്പൊ നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കിസ് ചെയ്തത് ഞാനാണോ ഷിയാണോ? ആരാണ് കിസ് ചെയ്തത്? നമ്മൾ രണ്ടുപേരും. എന്തുവാണോ നീ മൊത്തത്തിൽ ചളവാക്കുന്നത്? ഞാൻ ഇവനാണ് എനിക്ക് ആദ്യമായിട്ട് കിസ് തരുന്നത്. എന്നിട്ട് ഒരുമാതിരി കൂറ പരിപാടി കാണിക്കുന്നു. അതെങ്കിലും സത്യം നാടാ
അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നമ്മൾ രണ്ടുപേരിലും ഇതെങ്കിലും സത്യം പറയണേട്ടോ സത്യം പറയുന്നോണ്ട് എന്താ കുഴപ്പം? നമ്മൾ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം ആർക്കാണ്? ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഷിയ ഞാൻ മിണ്ടത്തില്ല. എനിക്ക് ഞാൻ വിട്ടുകൊടുക്കുന്ന കൊച്ചല്ലേ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മളെ എല്ലാം ആഞ്ഞു പിടിച്ചാ തീർന്ന് പോട്ടെ. ഈ രൂപം മാത്രമേ ഉള്ളു. ആള് വെറും കുഞ്ഞുവാവയുടെ മനസ്സാണ്. കുഞ്ഞുവാവയുടെ മനസ്സാണ്. ഒരു ദേഷ്യമില്ല. ദേഷ്യം ഉണ്ടാവും, അത് നമ്മളിങ്ങനെ കളിപ്പിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ദേഷ്യം ഉണ്ടാവും. അല്ലാണ്ട് പെട്ടെന്ന് ദേഷ്യം വരും. അറിയാവുന്നവർക്കറിയാം. എന്റെ അടുത്തുള്ള കാര്യം ഞാൻ പറയുന്നത്. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. എനിക്കാണ് ദേഷ്യം കൂടുതൽ. അപ്പം പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. ലാസ്റ്റ് അല്ല, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നമ്മള് യൂട്യൂബില് പിന്നെ നമ്മൾ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ആദ്യം ഇൻട്രസ്റ്റ് കാണിക്കുന്നത് നമുക്ക് ഇതിടാം അതിടാം, അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ രണ്ടുപേരിൽ ആരാണ് കൂടുതൽ ഇതാവുന്നതെന്ന്? ആരാണ് കണ്ടന്റ് ഒക്കെ ഷിയാണ് കൊണ്ടുവരുന്നത്? അത് ഞാൻ കണ്ടന്റ് കൊണ്ടുവരുന്നതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. കണ്ടന്റ് നീയാണ് കൊണ്ടുവരുന്നത്. വീഡിയോ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഞാനാണ്. ആ വീഡിയോ ചെയ്യാം, ഈ വീഡിയോ ചെയ്യാം, നമ്മൾ എന്ത് കാര്യത്തിന് പോയാലും നമുക്ക് അത് ചെയ്യാം, അല്ലെ നമുക്ക് ഇത് ചെയ്യാന്ന് പറയുന്നത് ഞാനാണ്. പക്ഷെ ചില കണ്ടന്റുകൾ ഞാൻ കൊണ്ടുവരും. കാരണം നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിന് പുറത്തേക്ക് പോകുന്നുള്ള ഓരോ കാര്യത്തിന് ഞാനാണ് പറയുന്നത്. അല്ലാണ്ട് വേറെ ഉള്ള പാചകം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതലും ഷിയാണ് പറയുന്നത്. എന്താ നെക്സ്റ്റ്. അപ്പം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യന് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകും. എന്തായാലും ഇത്രയും സമയം ഇത്രയും ക്വസ്റ്റ്യൻസ് ആയി. നമ്മൾ വീഡിയോ ലാഗ് അടുപ്പിക്കുന്നില്ല. ഇപ്പൊ തന്നെ കുറെ ആയി. അപ്പൊ നമ്മുടെ ചാനല് ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വലിയ ചെലവൊന്നുമില്ലാത്ത ഓഡിയൻസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈക്കിൾ കാണുന്ന പക്ഷേ ഈ വീഡിയോ കാണുന്നവരായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് നമ്മൾ അടുത്ത അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ചാനൽ പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറയാണ്ട് അവസാനത്തെ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുക. വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഓവറായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചാളാക്കലട പറ്റി. അപ്പം ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്, നമ്മൾ നൈറ്റ് റൈഡ് പോകുമ്പോൾ ആരാണ് ഡ്രൈവ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ഇതുവരെയുള്ള ഇതിൽ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത് ദിവളാണ്. ഏറ്റവും കൂടുതൽ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നത് ജച്ചയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഒന്ന് വളർത്തി വലുതാക്കുക. അപ്പം ഇവളുടെ ഒരു ചാനലും കൂടെ ഉണ്ട്, ജസ്ന റോസ് എന്നാണ് ആ ചാനലിന്റെ പേര്. എല്ലാവരും ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനൽ ഇച്ചിരി പുറകോട്ട് നിൽക്കുകയാണ്. അത് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. നമ്മുടെ ചാനൽ വലിയ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം എന്താന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് നമ്മൾ മാങ്ങാക്കുരു ഇല്ലാണ് ഇടുന്നത്. അതാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മൾ അതിനകത്തോട്ട് ഒരുവിധം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചാനലും കൂടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ജസ്ന റോസിന്റെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്ക്. എല്ലാവരും ഒന്ന് അതും കയറി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ കുഞ്ഞു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.